നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ചിലപ്പോൾ യുദ്ധങ്ങൾ തോക്കുകളുടെ ശബ്ദത്താലല്ല, മറിച്ച് നിശബ്ദമായ സമ്മർദ്ദങ്ങളാലാണ് ആരംഭിക്കുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രമായ US യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അത് സാധാരണയായി സുരക്ഷയുടെ പേരിലോ ഭീകരവിരുദ്ധ നടപടികളുടെ പേരിലോ ആയിരിക്കും ന്യായീകരിക്കപ്പെടുന്നത്. എന്നാൽ ആ ന്യായീകരണങ്ങളുടെ അടിയിൽ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ കാരണം എന്താണെന്ന ചോദ്യം പലപ്പോഴും മറുപടിയില്ലാതെ തുടരാറുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ ആ മറഞ്ഞുകിടന്ന സത്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ ശക്തമാക്കാൻ US തയ്യാറായിരുന്ന കാലഘട്ടത്തിൽ ലോകം കേട്ടത് ഒരേ ഒരു വാദമായിരുന്നു: ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടാകാമെന്ന ഭീഷണി. ആ വാദം തന്നെ യുദ്ധത്തിനുള്ള പ്രധാന കാരണമായി അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആ വാദത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നവയാണ്. ആണവായുധ ഭീഷണി ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ചൊരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ ഉപയോഗിക്കപ്പെട്ടതാകാമെന്ന സംശയമാണ് ഉയരുന്നത്. US-ന്റെ ഭീകരവിരുദ്ധ സംവിധാനവുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന മുൻ ഉന്നത ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഈ വിവാദത്തിന് പുതിയ വഴിത്തിരിവാണ് നൽകുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ പ്രകാരം യുദ്ധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് സുരക്ഷാ ആശങ്കകളല്ല, മറിച്ച് ശക്തമായ അന്താരാഷ്ട്ര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ശക്തമായ സഖ്യബന്ധങ്ങൾ US-ന്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചുവെന്ന ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ്. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന വാദം തെറ്റാണെന്നും ഈ സൈനിക നീക്കത്തിനു പിന്നിൽ ഇസ്രയേലിന്റെ സമ്മർദ്ദമാണെന്നും US-ന്റെ ഭീകരവിരുദ്ധ സമിതി മുൻ മേധാവി ജോ കെന്റ് ആരോപിച്ചു. ഇറാൻ ഭരണകൂടം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനെതിരാണെന്നും ട്രംപ് ഭരണകൂടം നൽകുന്ന വിവരങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും കെന്റ് പറയുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ച വൈറ്റ് ഹൌസ്, ട്രംപ് അമേരിക്കയുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൗണ്ടർ ടെററിസം ചീഫ് സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച കെന്റ് ഇറാൻ യുദ്ധത്തിൽ പ്രതിഷേധിച്ചാണ് തന്റെ രാജിയെന്നും വെളിപ്പെടുത്തിയിരുന്നു. വലതുപക്ഷ പോഡ്കാസ്റ്റർ ടക്കർ കാൾസനുമായുള്ള അഭിമുഖത്തിലാണ് തന്റെ രാജിയെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചുമുള്ള തന്റെ അഭിപ്രായത്തെക്കുറിച്ചും കെന്റ് മനസ്സ് തുറന്നത്. US-നെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് ഇസ്രയേലാണ് എന്ന് കെന്റ് കുറ്റപ്പെടുത്തി. ഇറാനെതിരായി നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് US-നെ നയിച്ചത് ഇസ്രയേലാണ്. ഇത് സംഭവങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തുടക്കമിട്ടെന്നും ഇറാൻ തിരിച്ചടിക്കുമെന്നും ഞങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും കെന്റ് അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരാണ് യുദ്ധം തുടങ്ങാമെന്ന തീരുമാനമെടുത്തത്. US അവരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെന്നും കെന്റ് അവകാശപ്പെട്ടു. ഫെബ്രുവരി 28-ന് ഇറാനെ ആക്രമിക്കേണ്ടി വന്നത് ആ രാജ്യത്തിന്റെ ആണവ പദ്ധതി അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായതുകൊണ്ടാണ് എന്നാണ് ട്രംപും അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും അവകാശപ്പെട്ടിരുന്നത്. ആണവായുധം നിർമ്മിക്കുന്നതിന് വെറും 2 ആഴ്ച മാത്രം അകലെയാണ് ഇറാൻ എന്നാണ് ട്രംപ് അന്ന് പറഞ്ഞത്. എന്നാൽ അത് തെറ്റായ വിവരമാണ് എന്ന് കെന്റ് അവകാശപ്പെടുന്നുണ്ട്. ഒരിക്കലുമല്ല. 3 ആഴ്ച മുൻപ് ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ജൂണിലും അങ്ങനെ തന്നെയായിരുന്നു. 2025 ജൂണിലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ബോംബാക്രമണത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് കെന്റ് കൂട്ടിച്ചേർത്തു. 2004 മുതൽ ഇറാന്റെ ഇസ്ലാമിക് ഭരണകൂടം ആണവായുധം നിർമ്മിക്കുന്നത് വിലക്കിക്കൊണ്ട് ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ആ ഫത്വ ലംഘിക്കപ്പെട്ടതായി തങ്ങൾക്ക് ഒരു രഹസ്യാന്വേഷണ വിവരവും ലഭിച്ചിട്ടില്ല എന്നും ട്രംപിന്റെ മുൻ ഭീകരവിരുദ്ധ സെൽ മേധാവി തുറന്നു പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധം US-ന് അനുകൂലമായി മാറിയില്ല എന്നും കെന്റ് അഭിപ്രായപ്പെട്ടു. ഇറാനിലെ സ്ഥിതി അസ്ഥിരമാക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ മത തീവ്രവാദികളായ അനുയായികളെ കൂടുതൽ കരുത്തരാക്കുകയാണ് ആ മരണം ചെയ്തത്. ഖമേനി മരണത്തെ ഭയപ്പെട്ടിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹം ഒരു ഭ്രാന്തനായതുകൊണ്ടല്ല, മറിച്ച് താൻ കൊല്ലപ്പെട്ടാലും ഭരണകൂടം അതിജീവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നുവെന്നും കെന്റ് അഭിപ്രായപ്പെട്ടു. അതേസമയം കെന്റിന്റെ രാജിയെ തുടർന്ന് വിദേശ ശക്തികളുടെ സ്വാധീനത്തിലാണ് പ്രസിഡന്റ് ട്രംപ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണങ്ങൾ വൈറ്റ് ഹൌസ് തള്ളിക്കളഞ്ഞു. ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് അവരുടെ വാദം. അദ്ദേഹം അമേരിക്കയുടെ താൽപര്യങ്ങൾക്കായി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും മറ്റൊരു രാജ്യവും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നില്ല എന്നും ട്രംപിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിച്ച് പറഞ്ഞു. ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് US-നെ യുദ്ധത്തിലേക്ക് തള്ളിയതെന്ന ആരോപണം ഈ സംഭവ വികാസങ്ങളെ കൂടുതൽ ഗൗരവതരമാക്കുന്നു. ആണവ ഭീഷണിയുടെ പേരിൽ രൂപപ്പെട്ട യുദ്ധ നരേറ്റീവ് യഥാർത്ഥത്തിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ കളിയുടെ ഭാഗമായിരുന്നോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇത് വെറും ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല, മറിച്ച് ലോക രാഷ്ട്രീയത്തിലെ വിശ്വാസ്യത, സത്യത്തിന്റെ വില എന്നീ അടിസ്ഥാന ചോദ്യങ്ങളെയാണ് ഈ വെളിപ്പെടുത്തലുകൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്നത്. US പോലുള്ള ശക്ത രാഷ്ട്രങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ ലോകം അറിയേണ്ട സമയം ഇതാണ്.